ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് തേടിയെത്തിയിരിക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ കോട്ടയം റൂട്ട് ഹൈവേ ഉദയംപേരൂര് നടക്കാവ് SNDP ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ്. ഈ വീട് ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ അടുത്ത് രണ്ട് വശവും ലോറി കടന്നു വരുന്ന വഴിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ട് 3 സെന്റ് സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ 2 കാർ പാർക്കിംഗ് സൗകര്യവും വാട്ടർ കണക്ഷനും ശുദ്ധമായ വെള്ളമുള്ള കിണറും അടക്കം 1500 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടി 4 BHK ഇരുനിലയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഗേറ്റ് നല്ല പവർഫുള്ളായി GIയിൽ നീളത്തിൽ സ്ലൈഡിംഗ് മോഡലായിട്ടാണ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. വീടിന് മുന്നിലായി പാർക്കിംഗ് സൗകര്യത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുകളിൽ ഫ്ലാറ്റ് മൂടിയോടുകൂടി പൈപ്പ് വെള്ളത്തിനായി നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ മൊത്തം ഇന്റർലോക്ക് ടൈൽ ഭാഗം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം 13 അടിയും വീതി 12.5 അടിയുമാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം 21 അടിയും വീതി 9 അടിയുമാണ്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് പണിതിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 3.25 അടിയും വീതി 30 സെന്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. തട്ടിലാണെങ്കിൽ LED ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ വലിയ 8 സ്ക്വയർ ഫീറ്റ് ക്വാളിറ്റി കൂടിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ TVയും മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം 16 അടി നീളവും 10 അടി വീതിയുമാണ്. 160 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയുടെ വലിപ്പം 15 അടി നീളവും 12 അടി വീതിയുമാണ്. 180 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം അടക്കം ഈ ഏരിയയുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് 76 സെന്റിമീറ്റർ നീളത്തിലും 54 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഒരു നാനോ വൈറ്റ് സ്ലാബിലെ ജാഗ്വാറിന്റെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയുള്ള ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റി ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 14.25 അടി നീളവും 10 അടി വീതിയുമാണ്. 147.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ല ഫ്ലവർ ഡിസൈനുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം 8 സ്ക്വയർ ഫീറ്റ് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടെയുള്ള അടുക്കളയാണ്. അടുക്കള ഓപ്പൺ ടൈപ്പ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. ഇവിടെ അടുക്കളയുടെ എൻട്രൻസിൽ ലെഫ്റ്റ് സൈഡിൽ ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു സെർവിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട്
ഫാൻസി മോഡിൽ ഒരു 3 ഹാങ്ങിങ് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് സ്ലാബിലാണ് ഇവിടെ കിച്ചൺ സ്ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 9.25 അടി നീളവും 7.25 അടി വീതിയുമാണ്. 75.5 സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 90 സെന്റിമീറ്ററും വീതി 26 സെന്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ മൊത്തം 19 സ്റ്റെപ്പുകളാണുള്ളത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 11.25 അടി നീളവും 8.25 അടി വീതിയുമാണ്. 98 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 14 അടി നീളവും 11.25 അടി വീതിയുമാണ്. 164 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 7.25 അടി നീളവും 4 അടി വീതിയുമാണ്. 29 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ബാൽക്കണി. സൈഡിലെ ഹാൻഡ് റെയിൽ മൊത്തം GI സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് ആകർഷകമായ രീതിയിൽ ഹാൻഡ് റെയിലിന്റെ റൈറ്റ് സൈഡിലായിട്ട് GI സ്ക്വയർ പൈപ്പിൽ തന്നെ മുകളിലേക്ക് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 7.25 അടി നീളവും 5.5 അടി വീതിയുമാണ്. 42 സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 15.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 158 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളും നല്ല സൗകര്യമുള്ള വലിയ ബെഡ്റൂമുകളാണ്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 6.25 അടി നീളവും 4 അടി വീതിയുമാണ്. 27 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെ ഉദയംപേരൂർ ഏരിയയിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ 100% വിശ്വസിച്ചു വാങ്ങാവുന്ന നല്ല സൗകര്യമുള്ള ഒരു വീടാണിത്. ഇതാണ് നാലാമത്തെ റൂം. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. കുട്ടികൾക്കൊക്കെ പഠിക്കുവാനോ ഇല്ല ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു റൂം കൂടിയാണിത്. ഈ റൂമിന്റെ വലിപ്പം 10 അടി നീളവും 8 അടി വീതിയുമാണ്. 80 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമുള്ളത്. ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഹാൻഡ് റെയിൽ GI സ്ക്വയർ പൈപ്പിലാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഇവിടെ സൈഡിൽ മൊത്തം പാരപ്പറ്റ് കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. കൂടാതെ തട്ടിലൊരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം. ബസ് റൂട്ടിലേക്ക് ചുമ്മാ നടക്കാനുള്ള ദൂരത്തിൽ SNDP സ്കൂളിനടുത്ത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ട് 3 സെന്റ് സ്ഥലത്ത് 3 സെന്റ് സ്ഥലമല്ല 3,100 സ്ഥലമുണ്ട്. 3 സെന്റ് സ്ഥലം എന്ന് പറയുന്നേ ഉള്ളൂ. ഈ സ്ഥലത്തിനും 1500 സ്ക്വയർ ഫീറ്റ് 4 BHK ഈ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ്. ഈ ഭാഗത്ത് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഈ കിണറിലുള്ളത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാവുന്നതാണ്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗം മൊത്തം ഇവര് ാണ് നിരത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നടന്നു വരുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ ഇത്തിരി ഹൈറ്റിൽ ഒരു പ്ലാറ്റ്ഫോം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ സൈഡ് കവർ ചെയ്ത് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് ഇവർ സെറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഈ വർക്ക് ഏരിയ പണിത് വരുമ്പോൾ ഏകദേശം 45 സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരും. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്ററാണ് ദൂരം ഉള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 7.25 കിലോമീറ്ററും നടക്കാവ് ജംഗ്ഷനിലേക്ക് 750 മീറ്ററും പൂത്തോട്ടയിലേക്ക് 5.25 കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് 9 കിലോമീറ്ററും മുളന്തുരുത്തി
പള്ളിത്താഴത്തേക്ക് 2.5 കിലോമീറ്ററും പുതിയ കാവിലേക്ക് 3.5 കിലോമീറ്ററും പിറവത്തേക്ക് 16 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 11 കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് 13 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 7.25 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 7 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 7.25 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് 11 കിലോമീറ്ററും കാക്കനാടേക്ക് 14.5 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും 3.25 കിലോമീറ്ററും കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.25 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി നൽകുന്നതാണ്. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.